അപ്പൊ അയ്യപ്പൻ മുഖ്യധാരയിലുണ്ട് ഞാൻ ഈ ഇരിക്കുന്ന ചിങ്ങോലി ആശ്രമത്തിൽ. മഴമിന്നൽ വാടുണ്ടേ വെളിപാടിൻ ചേലുണ്ടേ നിഴൽ പോലെ ഞാനുണ്ടേ നടയിൽ പണ്ട്. ഞാനൊരു ചൈൽഡിഷാണ് ഇപ്പോഴും. എത്ര വലിയ വൈകുണ്ഠത്തിൽ പോയാലും എനിക്ക് ഞാനാകാനേ പറ്റത്തുള്ളൂ, ഇതിനെ പറ്റും. പ്രഭാകര സിദ്ധിയോഗി എന്ന് പറയുന്ന 700 വയസ്സുള്ള ആളിന്റെ പ്രധാന ആളാണ് ഞാൻ. ഏജ് ഇല്ലെന്ന് അദ്ദേഹം എന്നെ പഠിപ്പിച്ചത്. ഈ വ്യാധികളെല്ലാം ഉണ്ടാകുന്ന പൂർവ്വജന്മം കൊണ്ടാണെന്ന് പറഞ്ഞു. 4-5 കൊല്ലം കൊണ്ട് തന്നെ എൻ്റെ മുമ്പിൽ വരുന്നവര് എന്താണ് ചെയ്തിട്ട് എനിക്ക് കണ്ണടച്ചോണ്ട് പറയാം രാഹുലേ, ഭാര്യ പിരിഞ്ഞു പോകുന്നൊക്കെ ഏത് കാരണമാണെന്ന് നമ്മുടെ വേദങ്ങളിലുണ്ട്. ഞാനൊരു സിദ്ധപുരുഷിയാണ്, എല്ലാം എന്നിലൂടെ പെടാൻ ശാസ്ത്രം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രത്തെ നിരാകരിക്കാൻ പറ്റത്തില്ല. അപ്പോഴെനിക്കൊരു മെസ്സേജ്, വൈഫ് യു ഫിയർ രമ വെൻ ഐ ആം വിത്ത് യു. നോക്കിയയുടെ മൊബൈല് സത്യം പറയും. ഞാൻ ഈ പോകുന്ന രാഹുലെ ദൈവം തമ്പുരാനല്ലാതെ ആർക്കും അറിയത്തില്ല. ഫോർമേഷൻ ഓഫ് ദ യൂണിവേഴ്സ്, എനർജി, പിന്നെ തത്വങ്ങൾ, 96 തത്വങ്ങള്. അപ്പൊ അയ്യപ്പന്റെ ആ ഒരു സാന്നിധ്യം ഞങ്ങൾക്ക് ഇപ്പൊ ഈ ഇരിക്കുന്നിടത്തുമുണ്ട്. ഇപ്പൊ ഇരിക്കുന്ന പ്രധാന ഒരു ദേവൻ അയ്യപ്പനാണ്. സ്വാമിയുടെ ഒരു ഉപാസനാമൂർത്തിയാണ് പ്രഭാകര സിദ്ധിയോടെ. അതായത് പണ്ടൊക്കെ ഞാൻ കിട്ടുന്ന ഇപ്പൊ മണ്ഡലമാസ കാലം വന്നാൽ തകർത്തടിക്കുവാണ്. നമുക്കറിയാം സ്വാമിയുടെ ആൾക്കാർ തന്നെ വന്നുകൊണ്ടിരിക്കും അവിടെ. അപ്പൊ അയ്യപ്പൻ മുഖ്യധാരയിലുണ്ട് ഞാൻ ഈ ഇരിക്കുന്ന ചിങ്ങോലി ആശ്രമത്തിൽ. അത്രയ്ക്കും പവറാണ് അയ്യപ്പൻ. ഇവരെല്ലാം താഴമൺകാരെല്ലാം അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് അത് നടത്തിയത്. അപ്പോൾ കാലം ഇങ്ങനെ പോയി. മുത്തശ്ശിയായി, അമ്മയായി, അമ്മുമ്മയായി, മുത്തശ്ശിയായി. ഞാൻ നല്ല പോലെ ഓരോ കാര്യങ്ങൾ എഴുതാൻ തുടങ്ങി. കിടക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും എല്ലാം ഭാഗവതമാണ്. അങ്ങനെ ആദ്യത്തെ ഭാഗവത മാനസം സംസ്കൃത പുസ്തകമാണ്. അതെഴുതി അതിൻ്റെ CD ആയി ഭാഷ അനുസൂട്ടി കൊണ്ട് കൊടുത്തു. അപ്പോൾ അവർക്കൊരു സംശയം, എന്നെ കണ്ടാൽ വലിയ പണ്ഡിതയാണെന്നൊന്നും തോന്നത്തില്ലല്ലോ, എവിടെന്നെങ്കിലും മോട്ടിച്ചതായിരിക്കുക ഇതൊക്കെ എന്ന് വിചാരിച്ചിട്ട് ഇത് ഈ CD കൊടുത്തിട്ട് അവിടെ വെച്ചിരിക്കും. അപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവ് അവിടെ ഉണ്ട്. 5 കൊല്ലം അവിടുത്തെ ഒരു എഡിറ്റർ എന്നെ നടത്തി. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താ, ക്ഷമ കൂടാതെ വിഷ്ണു പ്രസാദിക്കത്തില്ലെന്നൊരു വേടുണ്ട് ഭാഗവത്തിൽ. ഞാൻ ക്ഷമിച്ചു. അപ്പോൾ തമ്പാൻ സാറ് ഡയറക്ടറായിട്ടിരിക്കുന്നത്. 5ാമത്തെ കൊല്ലം ഞാൻ പറഞ്ഞു, സാറേ എന്നോടിത് കാണിക്കരുതെന്ന് പറയുന്നത്. ഞാൻ കൊണ്ടു കൊടുത്തത്, ഞാൻ ഭാഗവതം യജ്ഞാചാര്യ, എനിക്കിത് ഭാഗവതം എനിക്ക് അതിനകത്ത് പ്രധാന കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോൾ സാറ് പെട്ടെന്ന് ഷൗട്ട് ചെയ്ത് ഇവരെ വിളിച്ചു. യുദ്ധകാല അടിസ്ഥാനത്തിൽ എൻ്റെ സംഭവം പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ എഡിറ്റർ തന്നെ ഇപ്പോഴും ഉണ്ട്. പുള്ളി വലിയ ഒരാളുടെ മകനാണ്, ഞാൻ പറയുന്നില്ല. ഭാഗവത മാനസ്, രാമചരിത മാനസ് എന്ന് പറഞ്ഞാൽ അയാളങ്ങ് പേര് കൊടുത്തു. അതവിടെ വന്നല്ലോ, അത് പ്രസിദ്ധീകരിച്ചു. പിന്നെ പ്രയാർ ഗോപാലകൃഷ്ണനും അശ്വതിരുന്നാൾ തമ്പുരാട്ടിയും കൂടെയാണത് പ്രസിദ്ധീകരിക്കുന്നത്. അങ്ങനെ ആ പുസ്തകം അവിടെ ഉണ്ട്. എന്നിട്ട് ഞാൻ വിടുന്നില്ല. എനിക്ക് വേറെ ഒന്നും ഇല്ല രാഹുൽ, ഞാൻ ജീവിക്കുന്ന ഭാഗവത്തില്ല. മലയാള ഭാഗവത്തിൻ്റെ ആചാര്യം, സംസ്കൃത ഭാഗവതം കടിച്ചാൽപ്പെട്ടെങ്കിലും ഞാൻ ഇത് തന്നെ വായിക്കും. അപ്പം എന്നെ കാണാൻ വരുമ്പം എൻ്റെ കട്ടിലിന് ചുറ്റും ഇപ്പോഴല്ല, ഇപ്പം ഞാനിതെല്ലാം ഒതുക്കി. കട്ടിലിന് ചുറ്റും ഭാഗവതം. എനിക്ക് രാത്രി എവിടെയെങ്കിലും സംശയം തോന്നിയാലും വാകഴിയച്ച് ഞാൻ എടുത്ത് വെച്ച് ഈ ശ്ലോകം എന്താ പറഞ്ഞതെന്ന് എനിക്കൊന്ന് കാണണം. അതായത് കൂടുതൽ ഞാൻ ഈ മാത്തമാറ്റിക്സ്, ബുധൻ ഉച്ചസ്ഥനാണ് എനിക്ക്. ബുധൻ ഉച്ചസ്ഥനായിരിക്കുന്ന ജാതകം എന്ന് പറയുന്നത് ഈ അരിത്തമെറ്റിക്കൽ എബിലിറ്റിയാണ്. അപ്പം എനിക്ക് സാഖ്യമാണ് തന്നത്. എനിക്ക് സാഖ്യാചാര്യനാണ് കപിലവാസുദേവന്. സംസ്കൃത ഭാഗവത്തിൽ 3ാമത്തെ ചാപ്റ്റർ അത്. ഫോർമേഷൻ ഓഫ് ദ യൂണിവേഴ്സ്, എനർജി, പിന്നെ തത്വങ്ങൾ, 96 തത്വങ്ങൾ. വലിയ വിഷയമായത്. എന്നോട് കളക്ടർ വേണുഗോപാൽ ഇരുന്നപ്പോൾ എന്നെ അവിടെ വന്നിട്ടുണ്ട്. എന്നോട് ചോദിച്ചമ്മ ഇത് എങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് വെച്ചാൽ നമുക്ക് തന്നതായത് നമുക്കിത് തരുക. അപ്പം ഞാൻ സാഖ്യം പഠിച്ചു. എങ്ങനെയാണിത് പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, പിന്നെ ഷഡ ആധാരങ്ങൾ, പിന്നെ 7 രക്തം, മജ്ജ, മാംസ, അസ്ഥി, നവദ്വാരങ്ങൾ, ഇങ്ങനെ ഈ 3, 6, 9, 12 ഈ 96 തത്വങ്ങളാണെന്നുള്ള സാഖ്യാചാര്യ കപിലവാസുദേവൻ്റെയാണത്. കപിലന് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതാ. ദേവഹൂതി എന്ന് പറഞ്ഞ അമ്മയ്ക്ക് ഉപദേശിക്കുന്ന വാസുദേവൻ്റെ ഒരുപാട് സംഭവമായി. ഇത് പറഞ്ഞാൽ തരുന്നില്ല. അതാണ് ഞാൻ അങ്ങോട്ട് ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. ഇതൊന്ന് പഠിക്കണം. അല്ലെങ്കിൽ തന്നെ എന്താണ് ഇത്, പുരാണങ്ങളെല്ലാം അന്ധവിശ്വാസമാണെന്ന് പറയുന്നു, ഇതെല്ലാം മിത്താണെന്ന് പറയുന്നു. രാമായണം വായിച്ചിട്ടും കൂടുതലൊന്നും കിട്ടുന്നില്ല. ഇതെന്ന് പറയുന്ന സംഭവം തൊട്ടാൽ പിന്നെ തീരത്തില്ല. അഥവാ എനിക്ക് മോക്ഷം കിട്ടിയില്ല, അടുത്ത ജന്മം ഞാനിത് പഠിക്കും. ഞാൻ ഭഗവാനോട് പറഞ്ഞു, എനിക്ക് അടുത്ത ജന്മം ഇത് പഠിക്കണം. കാര്യം നമ്മുടെ ആചാര്യന്മാർ, സിദ്ധന്മാർ ഇത് എങ്ങനെയാണിത്, അത് പ്രധാനമായിട്ട് ഇതൊരു സംഹിതയാണ്. വിതുര മൈത്രേയ സംവാദം. പിന്നെ വ്യാസൻ എന്ന് പറഞ്ഞാൽ ആ വ്യാസഭഗവാന്റെ ഡിപ്രഷൻ ഉണ്ടായിട്ടാണ് ഇത് കിട്ടുന്നത്. ഞാൻ ഇതിലേക്ക് വരാം, എൻ്റെ പുസ്തകത്തിലേക്ക്. അപ്പം ഇത് സംഹിതയാണ്. ഒരാളുടെ മാത്രമല്ല, ഭാരതത്തിൻ്റെ പ്രാചീന പൂർവാചാര്യന്മാരുടെ
സിദ്ധ പരമ്പരയുടെ കണ്ടെത്തലുകളാണിത്. അതായത് സൂത സംഹിത എന്ന് പറഞ്ഞാൽ സൂതൻ്റെ കണ്ടെത്തലാണ്. ഓരോ മുനിയും റിസർച്ച് ചെയ്തിരിക്കുക, ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടല്ല. അതാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ അവനവനെ അറിയുക, എന്നെ അറിந்தாൽ എല്ലാം അറിന്തേന്നാണ് തിരുമൂലര് പറഞ്ഞത്. ഈ 18 സിദ്ധന്മാരുടെ ഇടയ്ക്ക് ഞാൻ പോയിക്കൊണ്ടായിരിക്കുന്ന കഴിഞ്ഞ വർഷം സിദ്ധ യജ്ഞം ഇത് നടത്തി, സിദ്ധ പരമ്പര സംഗമം നടത്തി. ഞാൻ എൻ്റെ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു, MD ഗോപാലകൃഷ്ണൻ. ഞങ്ങൾ എല്ലായിടവും പോയി, കോമ്പസ്വാമിയുടെ ഒക്കെ പോയി, കന്യാകുമാരിയിലൊക്കെ പോയി. അപ്പം തിരുമൂലർ പറഞ്ഞു എന്നെ അറിந்தாൽ എല്ലാം അറിന്തേ. അപ്പോഴേ ഞാൻ എല്ലാം അറിന്തോ ത്രികാലജ്ഞാനിയാണെന്ന്. ഞാൻ എന്നെ അറിഞ്ഞു, ഞാൻ ഈ വേൾഡിൻ്റെ ഒരു ഭാഗമാണെന്ന് ഞാൻ അറിഞ്ഞു, ആ ബ്രഹ്മം ഞാനാണെന്ന് അറിഞ്ഞു. അപ്പം അത് എനിക്ക് അപ്പം എല്ലാം അറിഞ്ഞു. അപ്പം എനിക്ക് എന്നെ ഒളിപ്പിച്ചു വെച്ചിരുന്നതെല്ലാം യൂണിവേഴ്സ് എനിക്ക് റിവീൽഡ് ആക്കി തരുന്നത്. അതാണ് എനിക്ക് തോന്നുന്നു അമ്മ അറിയാൻ ശ്രമിച്ചിട്ടുള്ളത് മരണശേഷം എന്തായിരുന്നു, അല്ലെങ്കിൽ മരണശേഷം എന്താണ്, അത് എങ്ങനെയാണ് അറിഞ്ഞത്? അപ്പം അതെങ്ങനെയാണ് ഒരു പുസ്തകമാക്കിയത്? അതെന്ന് പറഞ്ഞാൽ ആദ്യം ഈ പൂർവ്വജന്മം ഉണ്ടായിരുന്നു എന്ന് ഞാൻ കൺഫേംഡ് ആയി. കാര്യം എനിക്ക് സ്വാമി സമാധിയായതിനു ശേഷമാണ് ഒരു അനുഭവം പറയുമ്പോൾ പെട്ടെന്ന് കിട്ടും. ഞങ്ങൾ മാത്രമല്ല, ഞാൻ പിന്നെ പൂനെയിൽ പോയി, കൊച്ചു പയ്യൻ അഭിരാം ജനിച്ചതിന് ശേഷം അവനെ കാണാൻ, അവനും എൻ്റെ ഒരു സോൾമേറ്റാണ്. അപ്പോൾ അവൻ വിളിച്ച് ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ടെന്നൊക്കെ പറഞ്ഞ് പോയി. അവിടെ പോയി, പിന്നെ അവൻ്റെ അച്ഛൻ അവിടെ ഇല്ല, അവനൊരു ട്രെയിനിങ്ങിന് പോയി. ഞാൻ ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ നടക്കാൻ പോകും. അവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാനുള്ളത്. സബേരിയ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, 60 ഏക്കറോളം ഉണ്ട്. അവിടെ ഇങ്ങനെ ഓടാം, യോഗ ചെയ്യാം അവിടെ പോയാൽ. അപ്പോൾ പോയി ഒരു മഴയത്താണ് ഈ ക്യാൻറ്റീനിൽ അവനിങ്ങനെ കോഫി കുടിക്കണം, പട്ടാള ക്യാൻറ്റീനിൽ. പിന്നെ ഞാൻ ചെല്ലുമ്പം ചിക്കിളി കൊണ്ടില്ലല്ലോ, ഞങ്ങൾ രണ്ടും കൂടെ തിന്നും വല്ല സമോസയൊക്കെ. അപ്പോൾ ഇനി പൂരാ സന്തോഷമാവും ഞാൻ ചെല്ലുന്നത്. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഴ വന്നു, പെട്ടെന്ന് മൊത്തം നനഞ്ഞു, എൻ്റെ സാരിയിൽ നനഞ്ഞു. പിറ്റേന്ന് കുഞ്ഞിന് ഭയങ്കര ടെമ്പറേച്ചർ, എന്ത് പനിയാണെന്ന് അറിഞ്ഞിട്ട്. അപ്പോൾ ഇവൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ ഇവിടെ വന്നിട്ട് പനിയും പിടിപ്പിച്ചു, ഫോൺ ചെയ്ത് എല്ലാവരും അറിഞ്ഞു. എന്നെ പറഞ്ഞു ഈ പനി ഭേദമാക്കി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ കമാൻഡോ ഹോസ്പിറ്റലിൽ ഇവന് കാവലാണ്. അപ്പം അവിടെ പോയി യജ്ഞം ചെയ്തില്ലേ, എനിക്ക് വരുന്ന ഓരോ പണി കിട്ടണം തന്നെ. അപ്പം നിർമ്മൽ കൺസ്ട്രക്ഷൻ്റെ പേഷ്വായെ മാർത്താണ്ഡവർമ്മ തമ്പുരാൻ വിളിച്ചു പറഞ്ഞു 2008 രമാദേവിയമ്മ എന്ന് പറഞ്ഞ ഒരു അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ തമ്പുരാൻ എന്നോട് ചോദിച്ചു പൂനെയിൽ എന്തിനാണ് പോകുന്നത്, മാ ആനന്ദമയി ദേവിയുടെ ആശ്രമം അവിടെ ഉണ്ട്, അവിടെ അമ്മ പോകണമെന്ന്. പോകാമെന്ന് ഞാൻ പറയുകയും ചെയ്തു. ആരെങ്കിലും വന്നുണ്ട് വിളിച്ച് പറഞ്ഞ ഉടനെ വലിയൊരു പ്ലെയിനിൻ്റെ പോലെ വലിയ പേരൊന്നും എനിക്ക് കണ്ട വണ്ടിയിൽ ഇങ്ങനെ വന്നിരിക്കുക. ഞാൻ പറഞ്ഞു അങ്ങേക്ക് കണ്ടെത്താനൊക്കത്തില്ല. അദ്ദേഹം പറഞ്ഞ പേഷ്യ പറഞ്ഞാന്നറിയാം, ഞങ്ങളാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന മിലിറ്ററി ക്വാർട്ടേഴ്സ്, ക്വാർട്ടർ നമ്പർ പറഞ്ഞാൽ മതി മാതാജി എന്ന് പറഞ്ഞു. എനിക്ക് പറയാനൊക്കെ ഞാൻ ഹോസ്പിറ്റലിലാണെന്ന്. എൻ്റെ കുഞ്ഞെ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, മക്കളെ എനിക്കിങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുക, അവിടുത്തെ ഒരു മലയാളി നേഴ്സിനെ കിട്ടി, വിത്തിൻ ½ an hour ഞാൻ റിട്ടേൺ ചെയ്യും, അതുവരെ ഉള്ള എൻ്റെ ഒന്ന് നോക്കിക്കോണേന്ന് പറഞ്ഞു. തീ പോലത്തെ പനിയാണ്, പുതച്ചുമുടി കിടത്തിയിരിക്കുക. എൻ്റെ അവസ്ഥ നോക്ക് രാവിലെ, എനിക്ക് ഒന്നും പറ്റാത്ത, കടലിനും ചെകുത്താനും ഇടയ്ക്ക് ഞാനൊരു ഒരു വലിയ സോളായിപ്പോയതിൻ്റെ ആണോ കയറിപ്പോയി. അങ്ങേരുടെ കൂടെ ഇരുന്ന് അങ്ങേര് ഇങ്ങനെ കാര്യം അജനീഷിൻ്റെ ആശ്രമം കാണിക്കുന്നു, മാടാകോടയൊക്കെ കാണിക്കുന്നു, ഇങ്ങനെ അവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇതെല്ലാം. ഞാനും ഒരു വശത്തോട് ഇതെല്ലാം കേൾക്കും, മോളി എല്ലാം സന്തോഷിച്ചിട്ട് പോകും. എൻ്റെ മനസ്സ് മുഴുവൻ ദൈവമേ എനിക്ക് തിരിച്ചു വരണേ തിരിച്ചുണ്ട്. അപ്പോഴെനിക്കൊരു മെസ്സേജ്, വൈഫ് യു ഫിയർ രമ വെൻ ഐ ആം വിത്ത് യു. നോക്കിയയുടെ മൊബൈലാണ്, സത്യം പറയുക. ഞാൻ ഈ പോകുന്ന രാഹുലെ ദൈവം തമ്പുരാനല്ലാതെ ആർക്കും അറിയത്തില്ല, അല്ലെങ്കിൽ എൻ്റെ ഗുരു പ്രഭാകര സിദ്ധിയോയ്ക്ക്. എന്നുവെച്ചാൽ ഇത് അപകടമാണ്. ഇത്രയും വലിയൊരു അവസ്ഥ കുഞ്ഞിനെ ഇട്ടിട്ട് ഞാൻ പോയാൽ എന്നെ വെച്ചേക്കൂ. വൈ യു ഫിയർ രമ വെൻ ഐ ആം വിത്ത് യു എന്ന് മെസ്സേജ് നോക്കിയതിൽ. ആരായിരുന്നു വെച്ചത്? ഗുരു തന്നെ, അല്ലാതെ ആരാ? അത്ഭുതമെന്ന് വേണം പറയാൻ. സമാധിക്ക് ശേഷം 2008 എനിക്കുണ്ടായ അനുഭവമാണ്. അപ്പോഴത്തേക്ക് എൻ്റെ ആദി ശമിച്ച് ഞാൻ അവിടെ ചെന്നു. അഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞു. മാ ആനന്ദമയി ദേവിയുടെ വസ്ത്രങ്ങളെല്ലാം അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ കുളിച്ചു, ഞാൻ അഭിഷേകം ചെയ്തു. അരമണിക്കൂറിനായി എൻ്റെ കർമ്മങ്ങളൊക്കെ അവിടെ. അദ്ദേഹത്തിന് സന്തോഷമായി. അഭിഷേകം ചെയ്യിക്കാനാണ് തമ്പുരാൻ പറഞ്ഞേക്കുന്നത്. ഞാനൊരു വലിയ ദിവ്യാത്മാവല്ലേ, എന്താ പറയുന്നത്, നരസിംഹത്തിന് വരുത്തിയതല്ലേ, വെച്ചേക്കോ. അപ്പോൾ കൊണ്ടുപോയി എല്ലാം കഴിഞ്ഞു. ഇല്ലേ എൻ്റെ അവസ്ഥ ഞാൻ പറയാം ഓരോന്നും. സ്വാമി സമാധിയായിട്ടില്ല എന്നുള്ള എൻ്റെ സ്റ്റേണായിട്ട് ഞാൻ വിശ്വസിക്കുന്ന 2008 അപ്പോഴത്തേക്ക് എനിക്ക് ഉറച്ചു. എന്നിട്ട് ഒരുപാട് കൂടകളിൽ അവിടുത്തെ അനാറ, അവിടെ മുഴുവൻ മാതള നാരങ്ങയുടെ തോട്ടം, ഒരു 5-8 കൂട നിറച്ച് അനാറ് ആപ്പിൾ ഇതെല്ലാം പറിച്ച് നിറച്ച് വെച്ചിട്ട് ആ വണ്ടിയിൽ എന്നെ കൊണ്ടുവന്ന്
പിന്നെ ക്വാർട്ടേഴ്സിൻ്റെ അവിടെ ഇട്ട് ഞാൻ ഈ അനാറൊഴിച്ച് ബാക്കി എല്ലാം ക്വാർട്ടറിൽ വെച്ചിട്ട് ഒരു ഓട്ടോ പിടിച്ച് മകൾ പോലും അറിയാതെ പെട്ടെന്ന് ഞാൻ ഓടി കമാൻഡ് ഹോസ്പിറ്റലിൽ വന്ന് ഞാൻ ഇവൻ്റെ ബെഡിൻ്റെ അടുത്തിരുന്നു. അപ്പോൾ ബെഡിൻ്റെ അടുത്തിരിക്കുമ്പോഴുള്ള സംഭവം എന്താ, ബ്ലഡ് പരിശോധിച്ചപ്പം വൈറൽ ഫീവർ ഇവനൊന്നും ഇല്ല. ഈ അനാറല്ല, ഈ കൊച്ചിന് ഇവനാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ ഒരു കൂടെയോ ഞാൻ ഈ ഒരു കൂടെ അനാറ ഇത് എവിടെ നിന്ന് കിട്ടി, അവിടെ അങ്ങനെ കിട്ടാനില്ല. ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടും കൂടെ തിന്നാം, നമുക്ക് പൊളിച്ച് തിന്നാന്ന് പറഞ്ഞ്. സത്യം പറഞ്ഞാൽ പിള്ളേരുടെ കൂടെ കൊടുവാണെങ്കിൽ ഞാൻ പിള്ളേരാകും. സ്വാമിയുടെ സ്വഭാവം അങ്ങനെയാണ്, പ്രഭാകര സിദ്ധിയുടെ സ്വഭാവം പിള്ളേരുടെ കൂടെ. അല്ലെങ്കിൽ ഞാൻ അത്ര ഗൗരവബുദ്ധിയൊന്നും അല്ല. ഞാനൊരു ചൈൽഡിഷാണ് എപ്പോഴും. എത്ര വലിയ വൈകുണ്ഠത്തിൽ പോയാലും എനിക്ക് ഞാനാകാനേ പറ്റത്തുള്ളൂ, എനിക്ക് ഇതിനെ പറ്റുള്ളൂ. ചിലപ്പോൾ എന്നെ കൊണ്ടുപോയിട്ട് തിരിച്ചു വിടുമെന്നോ എനിക്ക് അറിഞ്ഞൂടാ. അപ്പം അവൻ്റെ പനി കുറഞ്ഞു, അവൻ കളിക്കാനും ചിരിക്കാനും തുടങ്ങി. ഒരു മനുഷ്യരിത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ആപ്പിളും പറഞ്ഞൊക്കെ മോള് ഭയങ്കര ഇൻ്റലക്റ്റാന്ന് വെച്ചാൽ ഇതെവിടെ നിന്ന് കിട്ടി, നിങ്ങൾ അതിനിടയ്ക്ക് എവിടെ പോയി? ഞാൻ പറഞ്ഞു എങ്ങും പോയില്ല. ചേച്ചി എവിടെ നിന്ന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോഴവിടെ സെക്യൂരിറ്റി ആയിട്ട് നിന്നവർ പറഞ്ഞു ആ പിന്നെ കോൺട്രാക്ട് ഇത് ചെയ്യുന്ന നിർമ്മൽ കൺസ്ട്രക്ഷൻ്റെ പേഷ്യോ ഇവിടെ വന്നിരുന്നു, ഇവിടെ വന്നിട്ട് ഇവിടുത്തെ അമ്മയാണ് അവർ ലേഡിയെ കൂട്ടിക്കൊണ്ട് പോകുന്ന കണ്ടെന്ന് പറഞ്ഞു. അയ്യോ അയാൾ പറഞ്ഞു കൊടുത്തു, ഇവളെന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് ഉള്ളതാണ്. ഞാൻ പറഞ്ഞുള്ളതാ. അയ്യോ ഉള്ളതാ. അവരാണത് പണിത് കൊടുത്തിരിക്കുന്നത്, അവർക്കവിടെ പാസ്സൊന്നും വേണ്ട, ഏത് ക്വാർട്ടേഴ്സിലും കയറാം. അങ്ങനെ ഒരു സംഭവമാണ് അദ്ദേഹത്തിൻ്റെ. അത് കഴിഞ്ഞല്ലോ, അവിടെ എല്ലാം കഴിഞ്ഞു. 2008 കഴിഞ്ഞ് 2020 ഇങ്ങനെ കഥയും കവിതയും നിറഞ്ഞ സംഭവങ്ങളെല്ലാം പോയി. ഞാൻ പ്രഭാഷണ വേദികളിൽ നിന്ന് കുറച്ച് പിൻവാങ്ങി. എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞ് ശബ്ദം ബ്രഹ്മത്തെ ഇനി സേവ് ചെയ്യണം, അനങ്ങാതൊക്കെ ഇരിക്കുന്നതാണ് നല്ലത്, കുറച്ച് നാളിലൂടെ ഇരിക്കാം, കാര്യമായിട്ടൊക്കെ ഇരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ പ്രയാഗ്രാജ് കുംഭമേള. അപ്പോൾ ഓരോരുത്തരിങ്ങനെ ജ്യോത്സ്യ പണ്ഡിതന്മാരൊക്കെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ഇങ്ങനെ 144 വർഷം തികയുമ്പോഴുള്ളതാണ്. അപ്പം ഇപ്പം ഞാൻ ഈ വേദി വിട്ടപ്പോൾ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നതെന്നറിയോ, എനിക്ക് ചാൻസ് ഒന്നും കിട്ടാഞ്ഞിട്ട് ഞാനിങ്ങ് പോന്നതാണ്. ഇപ്പം വേദിയിലൊന്നും കാണുന്നില്ലെന്ന് വന്ന് ചോദിക്കും. ഇപ്പോഴത്തെ യജ്ഞം എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ രാധ ഇറക്കുക, കൃഷ്ണനെ കുചാലിനെ ഇറക്കുക, ആക്ച്വലായിട്ട് ഫീൽ ഉണ്ടാക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. എനിക്കത് വേണ്ട. സത്യം പറയാം, ഞാൻ പങ്കെടുത്തിട്ടുള്ളിടത്ത് പൈസ ഇത് ഡൊണേഷൻ പൂരെയാണ്. എൻ്റെ നാക്കിൻ്റെ വൈപ്പം നാളെ ഭഗവാനെ ജനനം അഭിഷേകം എന്ന് പറഞ്ഞാൽ കാൻ നിറച്ച പാല് വരുന്ന മിൽമയിന്ന് ഓട്ടോറിക്ഷക്കാർ വരെയാണ് പൈസ കൊണ്ടിടുന്നത്. അവിടെ ഫീലുണ്ട്, കള്ളമില്ലെന്നറിയാം. അതല്ല. അപ്പം ഞാൻ ഈ വേദിയിൽ പോകാതായി. കാര്യം എനിക്ക് ഈ കൃഷ്ണനെ ഓടിച്ചെന്ന് പിടിക്കാനും ഒന്നും എനിക്ക് വയ്യ. ഇത് കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം രുക്മിണി സ്വയംവരം ഒന്നും നൈമിഷവനത്തിൽ നടത്തിയിട്ടില്ല. അപ്പം ഈ ഗ്രന്ഥത്തിൻ്റെ ആ എഫക്റ്റ് ക്രമേണ കുറഞ്ഞ് അത് പറയും കലിയുഗത്തിൽ പാഷണ്ഡികളാലേ ശോഭിക്കയില്ല വേദം എന്ന് പറയും. അപ്പം എനിക്കത് പറ്റത്തില്ലല്ലോ. ഞാൻ എൻ്റെ ശബ്ദവും കൊണ്ട് ഞാൻ വെറുതെ ഇരിക്കുമ്പോഴാണ് ഈ കുംഭമേള. അപ്പം ഇപ്പം ഈ മകനൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും അവർ ഏജ്ഡ് വുമൺ എന്നുള്ള മറ്റുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്നു തുടങ്ങി. ഇനി സൂക്ഷിക്കണം. ഞാൻ ചോദിച്ചു എന്ത് സൂക്ഷിക്കാനാ, ഇത്രയും കാലം ഞാൻ ജീവിച്ചില്ലേ, നീ ജ്യോതിഷനായിട്ട് പോലും നിനക്കൊരു കുറച്ചുകൂടെ വലിയ രീതിയിൽ നീ ചിന്തിക്കണം. കാഴ്ചപ്പാട് ഏജ് ഇല്ല, ഏജ് ശരീരത്തിനേ ഉള്ളൂ, മനസ്സിന് ഏജില്ല, ആത്മാവിന് ഏജില്ല. ഞാൻ ആത്മവസ്തുവെ അറിഞ്ഞാണ്. പ്രഭാകര സിദ്ധിയോഗി എന്ന് പറയുന്ന 700 വയസ്സുള്ള ആളിൻ്റെ പ്രധാന ആളാണ് ഞാൻ. ഏജ് ഇല്ലെന്ന് അദ്ദേഹം എന്നെ പഠിപ്പിച്ചത്. അപ്പം അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ പൂർവജന്മാർജിതം പാപം വ്യാധി രൂപേണ വർത്തതയെന്ന, ഈ വ്യാധികളെല്ലാം ഉണ്ടാകുന്ന പൂർവജന്മം കൊണ്ടാണെന്ന് പറഞ്ഞു തന്നു. പിന്നെ പ്രാക്തന ദേഹസ്ഥ കർമ്മണ ദേഹിക്ക് പ്രാപ്തമാൻ ദേഹവും എന്നാണ്. അപ്പം അച്ഛനും അമ്മയും തന്നതല്ല, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്ന ദേഹമാണെന്ന് അദ്ദേഹം എന്നെ പഠിപ്പിച്ചു തന്നു. പ്രാക്തന കർമ്മങ്ങൾ അന്ന് എൻ്റെ കണ്ണും എൻ്റെ മൂക്കും ഒക്കെ ഞാൻ ഡിസൈൻ ചെയ്ത് അതേപോലെ ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിന്നില്ല. ഇടയ്ക്ക് പറയുക കുംഭമേളയുടെ ഇതെല്ലാം ആയപ്പോഴത്തേക്ക് ഞാൻ ഈ വൈത്തീശ്വരം കോവിലിനെ കുറിച്ച് കേട്ടു കുംഭകോണത്ത്. ഇപ്പം എൻ്റെ വീട്ടിൽ ഈ പിള്ളേരെല്ലാം തലതിരിഞ്ഞ് പെരുമാറ്റമോ കാണിക്കുന്നു. ഇവർക്ക് കിട്ടിയ ഇണകൾ അത് നമ്മുടെ ലെവലിനൊത്ത് വരുന്നില്ല. എൻ്റെ ഈ 2 കുഞ്ഞുങ്ങൾ ഞാൻ പൊന്നുപോലെ വളർത്തിയ കുഞ്ഞുങ്ങൾ എൻ്റെ മുമ്പിൽ വന്ന് പലതിനും സങ്കടം പറയാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി ഇവരുടെയൊക്കെ പൂർവ്വജന്മം ഒന്ന് അറിയണമെന്ന്. ഞാൻ കുംഭകോണത്ത് ഒരു ഫ്രണ്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്, രാമസ്വാമി എന്ന് പറഞ്ഞ്. പുള്ളി ഒരു 15 കൊല്ലത്തിന് മുമ്പ് ഞാൻ, അതായത് 2016 9 കൊല്ലത്തിന് മുമ്പ്, അതിന് മുമ്പും പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലെ എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് കൊണ്ട് ഞാൻ അവിടെ പോയി വൈത്തീശ്വരം പോയി. അവിടെ ചെന്ന് ഞാൻ അവിടെ വേറെ ഒരു ഫ്രണ്ട്സ് ഉണ്ട് എപ്പോഴും കിട്ടും, റൂമൊക്കെ എടുത്ത് താമസിച്ചിട്ട് ഓരോരുത്തരുടെയും ഓല കിട്ടാനെടുത്തു. ഓല എടുക്കാമെന്ന്. അപ്പം എൻ്റെ തന്നെ എടുത്തപ്പോഴത്തേക്ക് അതിശയമായി. മിന്നൽ ഡിപ്പാർട്ട്മെൻറ്റ് ജോലിയുള്ള കമലയ്ക്കും പത്മനാഭനും ആദ്യ സന്താനമായി
പ്രസാദ് എന്ന പേരുള്ള ആളുടെ വൈഫായി തീർന്നിട്ട് ഇത്രാമത്തെ വയസ്സിൽ ഒരു മഹാമഹർഷിയുടെ സിദ്ധറുകളുടെ പാത പിന്തുടർന്ന രമാദേവി അമ്മ ഈ പ്രായത്തിൽ പൂർവ്വജന്മം അറിയാൻ വന്നു എന്നാണ് പറയുന്നത്. എന്തോ പറയാൻ, മിന്നൽ ഡിപ്പാർട്ട്മെൻറ്റ്, വൈദ്യുതി ഡിപ്പാർട്ട്മെൻറ്റ്, പിള്ളേരുടെ പേരും എല്ലാവരുടെയും നോക്കി. അപ്പോൾ സംഗതി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാമാണ് പറഞ്ഞത്. പ്രസൻറ്റ് ലൈഫിൽ ഇത് അനുഭവിക്കണം. അപ്പോൾ സ്വാമി ഗുരുനാഥൻ പറഞ്ഞത് കൂടാതെ ഞാൻ കൺസേൺഡ് ആയില്ല, എനിക്ക് നല്ല കൺഫേംഡായി. ഇതിൽ നിന്ന് മാറാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെയൊന്നും മനസ്സിലായി. പൂർവ്വജന്മം ഉണ്ട്, നീ ഇങ്ങനെ തന്നെ നീ പോകേണ്ടി വരുമെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് സന്തോഷമായി, ബലമായി. ഞാൻ പറഞ്ഞു പഠിപ്പിക്കാനും തുടങ്ങി. അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇത് ഒരു മാർക്കറ്റിങ്ങിനല്ല ഞാൻ പറയുന്നത്. 4-5 കൊല്ലം കൊണ്ട് തന്നെ എൻ്റെ മുമ്പിൽ വരുന്നവർ എന്താണ് ചെയ്തിട്ട് എനിക്ക് കണ്ണടച്ചുകൊണ്ട് പറയാം രാഹുലേ, കാര്യം എനിക്ക് കവടി വെക്കണ്ട. അപ്പം ഈ ഒരു പിന്നെ പട്ടികയുണ്ട് നമ്മുടെ ഓരോ രോഗം വരുന്നതിന്, അനപത്യം മക്കളില്ലാതെ വരുന്നതിന്, ഭാര്യ പിരിഞ്ഞു പോകുന്നതൊക്കെ ഏത് കാരണമാണെന്ന് നമ്മുടെ വേദങ്ങളിലുണ്ട്, ഭാഗവത്തിലുണ്ട്. ഇന്നിന്ന തെറ്റുകൾ ചെയ്താൽ ഇന്നിന്നത് അനുഭവിക്കേണ്ടി വരുമെന്ന്.